നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിയ ആലിനെന്ന കുഞ്ഞുമാലാഖ. ആലിന് നമ്മൾ കണ്ണീരോടെ വിട നൽകി. 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എന്ന കുഞ്ഞുമാലാഖയുടെ ചേതനയറ്റ ശരീരത്തിന് മുന്നിൽ വിങ്ങുന്ന ഹൃദയത്തോടെ നിന്ന സുരേഷ് ഗോപിയുടെ വീഡിയോയ്ക്ക് താഴെ ചിലർ കമൻറ്റുകൾ എഴുതി. നാടകം, അഭിനയം, പട്ടിഷോ എന്നൊക്കെയായിരുന്നു കമൻറ്റുകൾ. രാഷ്ട്രീയ തിമിരം ബാധിച്ച വിഷജന്തുക്കൾ എന്ന് നമ്മൾ അവരെ വിശേഷിപ്പിച്ചു. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ ക്രൂരതയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. 30 വർഷങ്ങൾക്കിപ്പുറം മകൾ നഷ്ടപ്പെട്ടതിൻ്റെ ഉണങ്ങാത്ത മുറിവുകളുമായി നിൽക്കുന്ന ഒരച്ഛൻ്റെ ഹൃദയത്തോടെയായിരുന്നു അവിടെ സുരേഷ് ഗോപി നിന്നത്. അതൊരച്ഛൻ്റെ ഹൃദയത്തിലെ നീറ്റലായിരുന്നു. ഞാൻ മരിച്ചാലും പട്ടടയിലെ ഭസ്മത്തിന് പോലും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള വേദനയുണ്ടാകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സ്വന്തം കുഞ്ഞിൻ്റെ ശവപഞ്ചം പേറുന്ന ഒരച്ഛന് മാത്രമേ മറ്റൊരച്ഛൻ്റെ വേദന മനസ്സിലാകൂ. രാഷ്ട്രീയം നോക്കി കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. ഇവിടെ സുരേഷ് ഗോപിയെ അപമാനിക്കാനായിരുന്നു ഇത്തരം പട്ടിഷോ വിശേഷണങ്ങൾ ചാർത്തിയത് എങ്കിൽ ആലിൻ ഷെറിൻ്റെ അമ്മയ്ക്ക് നേരെ എന്തിനാണ് ഈ സൈബറിടങ്ങളിലെ കുര? ആലിന് ഉമ്മ നൽകി അദ്ദേഹം ചേർത്ത് പിടിച്ചത് തൻ്റെ നഷ്ടപ്പെട്ട മകളെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തെ അധിക്ഷേപിക്കാനും മനുഷ്യത്വപരമായ ഇടപെടലുകളെ പരിഹസിക്കാനും പഠിക്കാത്ത മലയാളികളെ നമ്മൾ കണ്ടു. എന്തിനേറെ ആലിൻ ഷെറിൻ്റെ അവയവമാറ്റത്തിൻ്റെ പേരിൽ ചില തട്ടിപ്പുകളുടെ പരസ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. വിഷം തുപ്പുന്ന ഇത്തരം പാഴ്ജന്മങ്ങൾക്ക് ഇനിയും ആയുസ് ബാക്കി. എന്നാൽ കുഞ്ഞുമാലാഖയെ 10 മാസം എത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് വിളിച്ചു. 4 പേർക്ക് പുതുജീവൻ നൽകി അനശ്വരതയിലേക്ക് മറഞ്ഞ ആലിൻ ഷെറിൻ എന്ന കുഞ്ഞുമാലാഖയെ നമ്മൾ മറക്കില്ല. മറ്റുള്ളവർക്ക് വെളിച്ചത്തിൻ്റെ പുതുജീവൻ പകർന്നാണ് അവൾ ഈ ലോകത്തു നിന്ന് കടന്നുപോയത്. നന്മയുടെ പകർന്നാട്ടമാണ് ആ കുഞ്ഞുമാലാഖയിലൂടെ നമ്മൾ കണ്ടത്. ലോകം നിലനിൽക്കുന്നത് ഇത്തരം നന്മ പ്രവൃത്തികളുടെ അടയാളങ്ങളിലൂടെ. തങ്ങളുടെ പിഞ്ചോമനിയുടെ മരണത്തിലും മറ്റുള്ളവർക്ക് വെളിച്ചമേകാനായിരുന്നു മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും ശ്രമിച്ചത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഇവർക്ക് നേരെ ഇപ്പോൾ ആക്രോശിക്കുന്നു. അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ആ മാതാപിതാക്കൾ ഇപ്പോൾ നേരിടുന്നത്. മകൾ മരിച്ചപ്പോൾ കരയാതിരിക്കുന്ന അമ്മയെ ചിലർ പരിഹസിക്കുന്നു. കുഞ്ഞിന്റെ മരണത്തിലും വാഹനാപകടത്തിലുമൊക്കെ അന്വേഷണം വേണമെന്നാണ് ചിലരുടെ ആവശ്യം. ഏതൊരു ഹൃദയത്തെയും വേദനിപ്പിക്കുന്ന, ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എത്രയൊക്കെ ആയാലും പെറ്റമ്മ കുഞ്ഞിനെ ഓർത്ത് കരയില്ലേ എന്ന് സംശയിക്കുന്ന ചിലർ, മകൾ പോയതിൽ സങ്കടമില്ലാത്ത അമ്മ തന്നെയാണോ എന്ന് ചോദിക്കുന്ന മറ്റു ചിലർ, ഇവരെന്താ വലിയ കല്യാണത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്ന മറ്റു ചിലർ. ഇത്തരം ഹൃദയശൂന്യമായ കമന്റുകൾക്ക് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രം. ആലിൻ ഷെറിനെ ഈ കേരളം യാത്രയയച്ച ആ വലിയ കാഴ്ച കണ്ട് അസൂയ പൂണ്ട ചില പാഴ്ജന്മങ്ങളാണ് ഇത്തരം കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. ആളുകൾ കാണെ അലമുറയിട്ട് കരഞ്ഞാൽ മാത്രമേ സങ്കടമുള്ളതായി കണക്കാക്കുകയുള്ളൂ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അവർ ഇത്തരം മ്ലേച്ഛ കമന്റുകൾക്ക് കൃത്യതയോടെ മറുപടി കൊടുക്കുന്നു. സാഡിസ്റ്റുകളായ മനുഷ്യർക്ക് മാത്രമേ ഇത്തരം ക്രൂര പ്രതികരണങ്ങൾ നടത്താൻ കഴിയൂ എന്ന് മറ്റു ചിലർ പ്രതികരിക്കുന്നു. ഏതായാലും അപരനെ വിധിക്കാനുള്ള മലയാളികളുടെ വല്ലാത്ത മാനസികാവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ആകെയുണ്ടായിരുന്ന തങ്ങളുടെ പിഞ്ചോമനിയെ നഷ്ടമായ മാതാപിതാക്കളുടെ ഉള്ളിലെ വിങ്ങൽ ആരെയാണവർ ബോധ്യപ്പെടുത്തേണ്ടത് എന്നിവർ ചോദിക്കുന്നു. നെഞ്ചു തകരുന്ന വേദനയിലും പകരം വയ്ക്കാനില്ലാത്ത മാതൃകയാണ് അവർ സമൂഹത്തിന് പകർന്നു നൽകിയത്. എന്നിട്ടും ആ മാതാപിതാക്കളെ ഏറ്റവും ക്രൂരമായി ആക്രമിക്കുന്ന സൈബറിടം. 4 കുരുന്നുകൾക്ക് പുതുജീവനേകി ആ കുഞ്ഞുമാലാഖ നമുക്കിടയിൽ നിന്ന് കടന്നുപോയി. പത്തനംതിട്ട നെടുക്കാട് പള്ളിയിലെ CSI പള്ളിയിലേക്ക് അന്ന് കേരളം അണമുറിയാതെ ഒഴുകിയെത്തി. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും വീണ ജോർജും VN വാസവനും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കുടുംബത്തെ സന്ദർശിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കുഞ്ഞു വേർപിരിഞ്ഞതിൻ്റെ തീരാനോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിൻ്റെ മാതാപിതാക്കൾ. ആ തീരുമാനം മഹത്തരമെന്ന് പറഞ്ഞ് നമുക്ക് വാഴ്ത്തുക മാത്രമല്ല, ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവയവദാന രംഗത്ത് കേരളത്തിൽ ഒരു പുത്തൻ മാതൃക അവർ സൃഷ്ടിച്ചിരിക്കുന്നു. മല്ലപ്പള്ളി വാലുമണ്ണിൽ അരുണിൻ്റെയും ഷെറിൻ്റെയും ഏക മകളാണ് 10 മാസമുള്ള യാലിൻ. നെയ്യാറ്റിൻകരയിലെ 10 വയസ്സുകാരി ശ്രേയയ്ക്കാണ് അവളുടെ വൃക്കകൾ മാറ്റിവെച്ചത്.
1 വർഷമായി ആ കൊച്ചുകുഞ്ഞിന് ഡയാലിസിസ് നടത്തിവരികയായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഇടപ്പള്ളി വൈറ്റില തൃപ്പൂണിത്തറ തലയോലപ്പറമ്പ് ചെങ്ങന്നൂർ കഴക്കൂട്ടം വഴി ഗ്രീൻ ചാനൽ ഒരുക്കിയായിരുന്നു അവയവങ്ങളുമായി ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പാഞ്ഞത്. ആംബുലൻസ് കടന്നുപോകുന്ന വഴികളിലൊക്കെ പോലീസ് വഴിയൊരുക്കി. അവയവദാനത്തിലെ ഒരു പുതുചരിത്രം അവിടെ പിറന്നു. രാത്രിയോടെ ആംബുലൻസ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി. കരൾ കിംസ് ആശുപത്രിക്ക് കൈമാറി. ആംബുലൻസ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കുതിച്ചു. വൈകാതെ വൃക്കകൾ മെഡിക്കൽ കോളേജിലെത്തിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് നേരെ പോയത് ശ്രീചിത്രയിലേക്ക്. ഹൃദയവാൽവ് ശ്രീചിത്രയ്ക്ക് കൈമാറി. വഴിനീളെ നാട്ടുകാരുടെ സഹകരണം. അങ്ങനെ കുഞ്ഞുമാലാഖ കേരളത്തിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ മുത്തച്ഛന്റെ വാക്കുകൾ. അപകടമുണ്ടായതു മുതൽ ചാനലുകളും മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു, നിങ്ങൾക്ക് ദുഃഖമില്ലേ? ഞാൻ അവരോട് പറഞ്ഞു, ദുഃഖമുണ്ട്. എന്നാൽ എൻ്റെ മക്കളുടെ തീരുമാനത്തിനൊപ്പം നിന്നതിൽ എനിക്ക് ആശ്വാസമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു പോയി. എന്നാൽ 5 കൊച്ചുമക്കളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായത്. ഞങ്ങളോടൊപ്പം ആലിനുണ്ടായിരുന്നത് 20 മാസം. 10 മാസം അവൾ ഉദരത്തിൽ, പിന്നീട് 10 മാസം കളിചിരികളുമായി ഞങ്ങൾക്കിടയിൽ. 5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്നാണ് ആലിൻ എന്ന 10 മാസം പ്രായമുള്ള കുട്ടി യാത്രയാകുന്നത്. ഈ മാസം 5-ാം തീയതി കോട്ടയത്ത് നിന്ന് തിരുവല്ലയിലേക്ക് MC റോഡ് വഴി യാത്ര ചെയ്യുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇവരുടെ വാഹനം. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ആദ്യം ചങ്ങനാശ്ശേരിയിലും പിന്നീട് തിരുവല്ലയിലും ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് ഫെബ്രുവരി 7-ാം തീയതി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക്. പിന്നാലെ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. അവയവദാനത്തിന് മാതാപിതാക്കളും മുത്തച്ഛനുമൊക്കെ കൂട്ടായ തീരുമാനമെടുത്തു. ആലിൻ ഷെറിന്റെ അവയവദാനത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില പരസ്യം. ആ പരസ്യം കണ്ടപ്പോൾ കേരളം നടുക്കിപ്പോയി. അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയ ആലിൻ ഷെറിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ്. ഈ ശ്രമത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ റെജി സാമുവൽ രംഗത്തെത്തി. അവയവമാറ്റത്തിന് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നു ചിലർ. പണം ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ പ്രചരിപ്പിക്കുകയാണവർ. ഞങ്ങൾ ആരോടും സഹായം ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് ആരും ഈ അക്കൗണ്ട് നമ്പറിലേക്ക് പണമിടരുത് എന്ന് റെജി സാമുവൽ പറഞ്ഞു. കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിൽ ആലിൻ ഷെറിൻ്റെ ഫോട്ടോ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ. ആ മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. അമ്മയുടെ ദുഃഖം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന മുഖത്തു നിന്ന് നമുക്കറിയാം. ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തിയും അച്ഛനമ്മമാർക്ക് സഹനശക്തിയും ഉണ്ടാകാൻ കേരളം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച. ആലിൻ ഷെറിൻ മരിച്ചിട്ടില്ല എന്ന് കേരളം വിശ്വസിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കും അവരുടെ ഉള്ളിൽ തട്ടി ആലിൻ മരിച്ചിട്ടില്ല എന്ന് തോന്നലാവും. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് സ്നേഹത്തിലൂടെയുള്ള പകർന്നു നൽകലാണ്. ആലിൻ കണ്ണുനീരിൻ്റെ നനവുള്ള ഒരു ഓർമ്മയായി ആകാശത്തേക്ക് മാറുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭിമാനത്തോടെ നട്ടെല്ലുയർത്തി നിൽക്കുകയാണ് മാതാപിതാക്കൾ. തൻ്റെ സഹജീവികളായ ചില കുരുന്നുകൾക്ക് പുനർജന്മത്തിൻ്റെ പുതുപ്രതീക്ഷ പകർന്നു നൽകിയാണ് ആലിൻ ഷെറിൻ നമുക്കിടയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് കടന്നുപോയത്. അതേ, മോഹൻലാൽ പറഞ്ഞതുപോലെ ഈ ലോകം ഇത്രമേൽ മനോഹരമായി നിലനിൽക്കുന്നത് ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം ഉള്ളതുകൊണ്ടാണ്. ആലിനി മണ്ണിൽ മറഞ്ഞ ഒരു ഓർമ്മയല്ല, അവൾ ഇനിയും ജീവിക്കും. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ മാത്രമല്ല, അവളുടെ ജീവനിലൂടെ പുതുജീവൻ ലഭിച്ചവരിലൂടെയും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെയും അവൾ നിത്യമായി പ്രകാശിക്കും. ചീറിപ്പാഞ്ഞെത്തിയ ഒരു കാർ കൺമുന്നിൽ തങ്ങളുടെ പിഞ്ചോമനയെ തട്ടിയെടുത്തു കൊണ്ടുപോകുന്നു. അവസാന നിമിഷം വരെ തങ്ങളുടെ പിഞ്ചോമനയെ തിരിച്ചു നൽകണമെന്ന് ദൈവത്തോട് ആ മാതാപിതാക്കൾ കണ്ണീര് തൂക്കി പ്രാർത്ഥിച്ചു. ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി ഒരു അപകടം കാറിൻ്റെ രൂപത്തിൽ. 10 മാസം മാത്രം പ്രായമുള്ള തങ്ങളുടെ കുഞ്ഞിനെ ദൈവം തിരികെ വിളിക്കുമെന്ന് അപ്പോൾ ആ മാതാപിതാക്കൾ കരുതിയിരുന്നില്ല. തങ്ങളുടെ പൊന്നോമനയായിരുന്ന ഏകമകളുടെ വിയോഗം. സ്വന്തം വേദനയേക്കാൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ തീരുമാനിച്ച അച്ഛൻ അരുൺ എബ്രഹാം, അമ്മ ഷെറിൻ ജോൺ ഈ ലോകത്തിന് കാട്ടിയ ഈ മാതൃക സമാനതകളില്ലാത്തത്. മകൾ മരിച്ചാലും മകൾ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ച ആ മാതാപിതാക്കൾ ദൈവതുല്യരാണ്. മാലാഖമാർക്ക് മരണമില്ല, അവർ നമുക്കിടയിൽ ജീവിക്കുന്നു. പ്രിയപ്പെട്ട മാലാഖ കുട്ടിക്ക് വിട നൽകുമ്പോൾ അവൾ പുഞ്ചിരി തൂകി
ആകാശത്തിൻ്റെ ആ വലിയ ലോകത്തു നിന്ന് നമ്മെ നോക്കിച്ചിരിക്കുന്നു. ആലിൻ ഷെറിൻ്റെ മഹത്തായ അവയവദാനത്തിന് നാട് നൽകിയ ആദരം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനും വലിയ കയ്യടികൾ കിട്ടി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. ഒടുവിൽ ആയിരങ്ങൾ കാത്തുനിൽക്കെ ഔദ്യോഗിക ബഹുമതികളോടെ അവൾ ഓർമ്മകളിലേക്ക് യാത്രയായി. തങ്ങളുടെ മകൾ സുഖം പ്രാപിക്കുമ്പോൾ ആലിൻ്റെ കുടുംബത്തെ കാണാൻ പോകുമെന്ന് വൃക്ക സ്വീകരിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ. തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് കരൾ നൽകിയത്. കുട്ടിയുടെ 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകി. 2 നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലേക്കാണ് നൽകിയത്. മാതാപിതാക്കൾ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ആഗ്രഹം ഡോക്ടർമാരെ അറിയിച്ചതോടെ സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. 1 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുമ്പോൾ 2 ടെസ്റ്റുകൾ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസം വേണം. ഈ 2 ടെസ്റ്റും കഴിഞ്ഞാണ് ഒടുവിൽ അവയവ സ്വീകർത്താക്കളെ തിരഞ്ഞെടുത്തത്. ആലിൻ്റെ വൃക്കകൾ 5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ളതിനാൽ 2 വൃക്കകളും ഒരു കുട്ടിക്ക് നൽകാൻ തീരുമാനമെടുത്തു. എത്ര വേദനയുണ്ടാക്കിയ ഒരു വാർത്ത! ഏറെ പ്രതീക്ഷയോടെയല്ലേ ആ മാതാപിതാക്കൾ അവൾക്ക് ജന്മം നൽകിയത്. എത്ര സന്തോഷത്തോടെ ആ അമ്മ ഉദരത്തിലുള്ള തൻ്റെ കുഞ്ഞിനായി കാത്തിരുന്നു. അവൾ ജീവിച്ചു വെറും 300 ദിവസങ്ങൾ മാത്രം. പലപ്പോഴും ദൈവത്തിൻ്റെ വിധിയുടെ മാനദണ്ഡങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. ആലിൻ്റെ വൃക്കകൾ സ്വീകരിച്ച ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ പറയുന്നു, എത്ര പറഞ്ഞാലും ആലിൻ്റെ കുടുംബത്തോടുള്ള നന്ദി തീരില്ല. റോങ് സൈഡിൽ അമിത വേഗത്തിൽ വന്നിയൊരു വാഹനമാണ് ആലിൻ ഷെറിൻ്റെ ജീവനെടുത്തത്. എതിർദിശയിലൂടെ ഒരു കാർ പാമ്പ് വളയുന്നത് പോലെ അമിത വേഗതയിൽ വന്ന് ആലിൻ ഷെറിൻ്റെ ജീവനെടുക്കുന്നു. കുഞ്ഞിൻ്റെ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ വേഗത കുറച്ച് പരമാവധി അരികിലൂടെ പോകാൻ ശ്രമിക്കുകയായിരുന്നു. 4 കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും പ്രകാശം പരത്തിക്കൊണ്ടാണ് ആലിൻ ഷെറിൻ കടന്നുപോയിരിക്കുന്നത്. ആ മാതാപിതാക്കളെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാതൃകയാവേണ്ട മാതാപിതാക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.